നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 15 ഇടുക്കി IDA ഗ്രൗണ്ടിൽ രാവിലെ 9 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. പരേഡിൽ 20 പ്ലറ്റൂണുകൾ അണിനിരക്കും. ആഘോഷങ്ങൾ ഹരിത പ്രോട്ടോകോൾ പാലിച്ച. ദുരിത ജീവിതം നയിച്ച അയ്യപ്പൻകോവിൽ പൂക്കുളം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കഴിയുന്നത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ ലയങ്ങൾക്കുള്ളിൽ. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ലയത്തിന് സമീപമുള്ള കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. ലൈറ്റുകൾ തകരാറിലായതോടെ രാത്രികാലങ്ങളിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെത്തുന്നവർ ദുരിതത്തിൽ. പ്രതിസന്ധിക്ക് കാരണം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ലൈറ്റുകളും വഴിവിളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റുകളും പ്രവർത്തനരഹിതമായത്. മഴയാരംഭിച്ചതോടെ മാലിമുളകിന്റെ വിലയിൽ ഇടിവ. 300 മുതൽ 5000 രൂപ വരെ ഉയർന്ന മാലിമുളകിന് നിലവിൽ ലഭിക്കുന്നത് 120 മുതൽ 150 രൂപ വരെ മാത്രം. മഴയാരംഭിച്ചതോടെ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായതാണ് വില ഇടിയാൻ കാരണമെന്ന് വിലയിരുത്തൽ. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 15 ഇടുക്കി IDA ഗ്രൗണ്ടിൽ രാവിലെ 9 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. 20 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും. ആഘോഷങ്ങളിലുടനീളം ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിക്കും. പോലീസ്, എക്സൈസ്, വനംവകുപ്പ്, NDRF, NCC സീനിയർ ആൻഡ് ജൂനിയർ ഡിവിഷൻ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് തുടങ്ങി 20 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും. കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ദേശീയ ഗാനം ആലപിക്കും. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിലെയും കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനവും ആലപിക്കും. MRS പൈനാവ്, SNHSS നങ്കി സിറ്റി എന്നിവർ ബാൻഡ് അവതരിപ്പിക്കും. പഴയരിക്കണ്ടം ഹൈസ്കൂളിലെ കുട്ടികളുടെ തായമ്പകയും തേക്കടി ആരണ്യം ട്രൈബൽ ആർട്സ് ഗ്രൂപ്പിന്റെ സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ദേശീയ പതാകയുടെ നിർമ്മാണം, വിതരണം, വിൽപ്പന, ഉപയോഗം എന്നിവ സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. ആഘോഷങ്ങളിലുടനീളം ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ MP, MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. ദുരിത ജീവിതം നയിച്ച അയ്യപ്പൻകോവിൽ പൂക്കുളം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാറായ ലയങ്ങൾക്കുള്ളിലാണ് തൊഴിലാളികൾ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ലയത്തിന് സമീപമുള്ള കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 100-ലധികം പേർ താമസിക്കുന്ന അയ്യപ്പൻകോവിൽ പൂക്കുളം എസ്റ്റേറ്റാണ് തീർത്തും ദയനീയ അവസ്ഥയിലുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ ലയത്തിന് സമീപമുള്ള കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണിരുന്നു. ഈ ഭാഗത്തെ ലയങ്ങൾക്കുള്ളിൽ ആൾതാമസമില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ലയങ്ങളിൽ താമസിക്കുന്ന തങ്ങളുടെ അവസ്ഥ ഏറെ പരിതാപകരമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ഈ ഭിത്തിയെല്ലാം ഇടിഞ്ഞ് മൊത്തം പോയിരിക്കുക. വീടാണ് ചോർന്നിട്ട് പ്ലാസ്റ്റിക് പറഞ്ഞു സാറിന്റെ അടുത്ത് പറഞ്ഞു മടുത്തു. വീട്ടിൽ നിന്ന് കഞ്ഞി കുടിക്കാൻ പറ്റിയല്ലോ. ശരി, നല്ല മഴ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെയാ അവസ്ഥ. പറഞ്ഞിട്ട് എത്ര ഒരു വർഷത്തെ മേളിലായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഇത് കണ്ട ഈ കല്ലൊക്കെ എടുത്തു കഴിഞ്ഞത് ഇത് മൊത്തം വെച്ചാക്കും. അത് ഇപ്പുറത്ത് നോക്കി മൊത്തം പോയിരിക്കും. ലയങ്ങളോട് ചേർന്നുള്ള ശുചിമുറികളിൽ പലതും തകർന്ന അവസ്ഥയിലാണ്. പലതിനും വാതിലുകൾ പോലുമില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. കട്ടിലെല്ലാം പാത്രമെല്ലാം നിരത്തി വെച്ചിട്ടാ ഞങ്ങൾ പോകുന്നത്. വൈകിട്ട് വരുമ്പോൾ ആ പാത്രം നിറഞ്ഞിരിക്കും. സാറിനോട് പിറ്റേ ദിവസം പറയും. സാറ് പറയുന്നത് തന്നെ ചെയ്തു തരാന്ന് പറയും. ഇന്ന് വരാ ചെയ്തു തരട്ടെ. ഇത് ഇടിഞ്ഞ് വീണിട്ടാണ് എത്ര ദിവസമായി. ഇന്ന് വരെ അവരാരും വന്ന് നോക്കാനോ എടുക്കാനോ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞങ്ങൾ എന്നെടുക്കാനെ പറഞ്ഞിട്ട് പറയുന്നല്ലാതെ. ബാത്റൂം എല്ലാം ഇടിഞ്ഞ് കിടക്കും. ഞങ്ങളുടെ ബാത്റൂം അതായിരുന്നു. അത് ഇടിഞ്ഞ് പോയിട്ട് വേറെ ബാത്റൂം ഞങ്ങൾ മാറി എല്ലാം. ഇനി കൊച്ചാണ് പ്രസവത്തിന് ഞങ്ങൾ അടുത്താഴ്ച കൂട്ടിക്കൊണ്ട് അതിന് ഇറങ്ങാനും പിടിക്കാനൊക്കെ പാടാം. ബാത്റൂമാണ് മൊത്തം പോയി കിടക്കും. ഈ ആദ്യമായിട്ട് ഇവിടെ കെട്ടിയ ബാത്റൂം പോയത്. ലയങ്ങളുടെ ശോച്യാവസ്ഥ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. മാലിന്യം ഒഴുകുന്നതിനു വേണ്ടിയുള്ള ഓട നിർമ്മിക്കാൻ പോലും അധികൃതർ തയ്യാറാകാത്തതിനാൽ ലയങ്ങളിലെ തൊഴിലാളികളുടെ ജീവിതം തികച്ചും പരിതാപകരമാണെന്ന് തൊഴിലാളി നേതാക്കൾ പറഞ്ഞു. തൊഴിലാളികളുടെ മെഡിക്കൽ കാര്യത്തിലാണ്. ഓടകളെല്ലാം പോയിട്ട് കൊതുകുകൾ പന്നിയെലിയും കയറി അവിടെ മേഞ്ഞ് നിരവധി രോഗങ്ങളുമായിട്ട് ഇപ്പോഴും ഒരു കുടുംബം അവിടെ കിടക്കുകയാണ്. അവരുടെ മുട്ടിന് സുഖമില്ലാതെ നടക്കാൻ പോലും വയ്യാതെ ഇവിടെ താങ്ങി എടുത്തോണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുന്നത്. അടിയന്തരമായി മാനേജ്മെന്റ് ഇടപെട്ട ലയങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. അല്ലാത്തപക്ഷം തൊഴിലാളി യൂണിയനുകളുമായി ചേർന്ന സമരത്തിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം.
ചോർന്നൊലിക്കുന്ന താൽക്കാലിക ഷെഡിൽ ഒരു കുടുംബം ദുരിത ജീവിതം നയിക്കുമ്പോഴും ഇവരെ സുരക്ഷിതമായി മാറ്റാൻ തയ്യാറാകാതെ അധികൃതർ. നെടുങ്കണ്ടം സ്വദേശിയായ ഇടപ്പള്ളിക്കുന്നിൽ ജീനയും 3 മക്കളുമാണ് പെരുമഴക്കാലത്തെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുന്നത്. അടച്ചുറപ്പുള്ള ശുചിമുറി സൗകര്യം പോലും ഇവിടെയില്ല. ഏതു നിമിഷവും വീട് നിലം പൊത്തുമെന്ന ആശങ്കയിലാണ് ജീനയുടെയും മക്കളുടെയും ജീവിതം. പാറയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഷീറ്റും പടുതയും മറച്ച വീടിനുള്ളിൽ നിറയും. വെള്ളം കയറുന്ന മുറിയിലാണ് ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നതും കിടക്കുന്നതും. അതിശക്തമായ കാറ്റ് വീശുന്ന മേഖലയായതിനാൽ വീട് ഏത് നിമിഷവും തകരാൻ സാധ്യതയുണ്ട്. ഞാൻ നെടുങ്കണ്ടം പഞ്ചായത്ത് 4-ാം വാർഡിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഇവിടെ ജനിച്ചും വളർന്നതുമല്ല ഇവിടെ തന്നെയാണ്. എനിക്ക് 3 മക്കളുണ്ട്. 2 പെൺമക്കളാണ്, ഒരു ചെറുക്കൻ കൊച്ചും. ഇപ്പോൾ ചേച്ചിയുടെ സഹകരണം കൊണ്ടാണ് ഞങ്ങൾ ചേച്ചിയുടെ ഒരു വീടും ബാത്റൂമൊന്നുമില്ല, പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് മറച്ച ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഒരു ഇതുമില്ല. ഇടിയും മിന്നലും ഒക്കെ വരുമ്പോൾ സീറ്റെല്ലാം പറഞ്ഞു പോകാണ്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. കുടുംബ വീടുമായിട്ട് 5 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. അത് പഞ്ചായത്തിൻ്റെ വേസ്റ്റ് പ്ലാന്റിൻ്റെ അടിവശത്താണ്. അവിടെ വീട് വെച്ച് താമസിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. രോഗിയായ ജീനയ്ക്ക് ജോലിക്ക് പോകാനും സാധിക്കില്ല. മകൻ ലോട്ടറിക്കടയിൽ ജോലി ചെയ്യുന്നത് മാത്രമാണ് 2 പെൺകുട്ടികൾ അടങ്ങുന്ന കുടുംബത്തിന്റെ വരുമാനം. നിലവിൽ ഇവർ താമസിക്കുന്ന വീട് സ്വന്തമല്ല, സഹോദരിയുടെ ഉടമസ്ഥതയിലുള്ള വീടാണിത്. ലൈഫ് പദ്ധതിയിൽ പലതവണ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അനുവദിച്ചിട്ടില്ല. നെടുങ്കണ്ടം മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം ഇവർക്ക് ഭൂമിയുണ്ടെങ്കിലും ഇവിടം വാസയോഗ്യമല്ല. ഭൂമിയും വാസയോഗ്യമായ വീടും ലഭ്യമാകാൻ അധികൃതർ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ലൈറ്റുകൾ തകരാറിലായതോടെ രാത്രികാലങ്ങളിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെത്തുന്നവർ ദുരിതത്തിൽ. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ലൈറ്റുകളും വഴിവിളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റുകളും പ്രവർത്തനരഹിതമായതാണ് പ്രതിസന്ധിക്ക് കാരണം. കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡാണ് സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറുന്നത്. ദീർഘദൂര യാത്രകൾക്കായി നിരവധി ആളുകളാണ് രാത്രി സമയങ്ങളിൽ സ്റ്റാൻഡിലെത്തുന്നത്. എന്നാൽ രാത്രി സമയങ്ങളിൽ കെട്ടിടത്തിലെ പല ലൈറ്റുകളും പ്രകാശിക്കാറില്ല. എന്നാൽ പകൽ സമയം ഇവ വൈദ്യുതി നഷ്ടപ്പെടുത്തി പ്രകാശിച്ചു നിൽക്കുന്ന കാഴ്ചയും കാണാനാകും. അതോടൊപ്പം സ്റ്റാൻഡിലേക്ക് കടന്നുവരുന്ന പാതകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വഴിവിളക്കുകളും പൂർണ്ണമായി മിഴിയടച്ചിരിക്കുകയാണ്. പാതകളിലും ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഇടങ്ങളിലുമായിട്ടാണ് വഴിവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം ബസ് സ്റ്റാൻഡിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഇടശ്ശേരി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളും നാളുകളായി പ്രകാശിക്കുന്നില്ല. ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നഗരസഭ കൃത്യസമയത്ത് നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇത് സാമൂഹ്യവിരുദ്ധ ശല്യം വർദ്ധിക്കുന്നതിനും രാത്രി സമയങ്ങളിൽ സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ഭീഷണിയാകുന്നതിനും കാരണമാകുന്നുവെന്ന് CPIM ഏരിയ കമ്മിറ്റി അംഗം ടോമി ജോർജ് പറയുന്നു. നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് ധാരാളം നൈറ്റ് സർവീസുകൾ, പ്രത്യേകിച്ചും KSRTCയുടെ നൈറ്റ് സർവീസിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ്. അപ്പോൾ നൈറ്റ് സർവീസിൽ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന യാത്രക്കാരടക്കം അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി രാത്രി 9 മണിക്ക് ശേഷം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് മാറിയിട്ടുണ്ട്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ആവശ്യമായ വൈദ്യുതി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ വെളിച്ചമടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ നഗരസഭ തയ്യാറാകുന്നില്ല. കാലാകാലങ്ങളിൽ വാടക വർദ്ധിപ്പിച്ചുകൊണ്ടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെ വാടക വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് നഗരസഭ സ്വീകരിക്കുന്നത്. അത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് രാവിലെ ഒരു നെടുങ്കണ്ടംകാരൻ അവിടെ പോലീസുകാരടക്കം ഞങ്ങളവിടെ നോക്കുമ്പോൾ ഒരു അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ള നൈറ്റ് കടയിൽ ചായ കുടിക്കാൻ വന്നയാളെ അവിടെയുള്ള ചില സാമൂഹ്യ വിരുദ്ധർ ഉപദ്രവിക്കുകയും കായികമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം അപഹരിക്കുകയും ചെയ്തെന്നാണ് അദ്ദേഹം പിന്നീട് പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കട്ടപ്പനയിൽ നഗരസഭയുടെ കീഴിൽ ഒട്ടനവധി സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. നഗരസഭ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ കാര്യങ്ങളിൽ പോലീസ് അധികാരികളുടെ ശ്രദ്ധ തിരിക്കുന്നതിനാവശ്യമായ ശ്രമവും നഗരസഭ നടത്തുന്നില്ല. ഇക്കാര്യങ്ങളിൽ സത്വരമായ ഒരു ഇടപെടൽ നഗരസഭ നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി സമയത്ത് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാർക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണമുണ്ടായിരുന്നു. സ്റ്റാൻഡിൽ ആളൊഴിയുന്നതോടെ രാത്രി സമയങ്ങളിൽ ഇരുട്ടിന്റെ മറവ് പറ്റി ഇത്തരത്തിലെ ആക്രമണങ്ങൾ പതിവാകുകയാണ്. നിലവിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലൈറ്റുകൾ മാത്രമാണ് യാത്രക്കാർക്ക് ആകെയുള്ള ആശ്രയം. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുന്നതോടെ വീണ്ടും കുറ്റാക്കൂരിരുട്ടിലാകുകയാണ് പുതിയ ബസ് സ്റ്റാൻഡ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ രാത്രിയുടെ മറവിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഇവിടെ നടത്തുന്നുണ്ട്. പലപ്പോഴും ഇതര സംസ്ഥാന തൊഴിലാളികൾ ബസ് സ്റ്റാൻഡ് കൈയടക്കുന്നതോടെ സ്വദേശീയരായ ആളുകൾക്കും ഇവിടെ നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. വഴിവിളക്കുകളുടെ അഭാവത്തിന് പുറമെ ക്യാമറകൾ പ്രവർത്തനരഹിതമായതും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അടിയന്തരമായി പുതിയ ബസ് സ്റ്റാൻഡിലെ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. മഴ ആരംഭിച്ചതോടെ മാലിമുളകിന്റെ വിലയിൽ ഇടിവ്. 300 മുതൽ 5000 രൂപ വരെ ഉയർന്ന മാലിമുളകിന് നിലവിൽ 120 മുതൽ 150 രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത്.
മഴ ആരംഭിച്ചതോടെ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായതാണ് വില ഇടിയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. കടുത്ത വേനൽ നീണ്ടു നിന്നതോടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് മാലിമുളകിന് വിപണിയിൽ വില 500 രൂപ വരെ ഉയരാൻ ഇടയാക്കിയത്. നിലവിൽ 120 മുതൽ 150 രൂപ വരെ മാത്രമാണ് മാലിമുളകിന് ലഭിക്കുന്ന വിപണി വില. വിപണിയിലേക്ക് മുളക് എത്തുന്നുണ്ടെങ്കിലും താരതമ്യേന വലിപ്പം കുറവാണെന്ന് കച്ചവടക്കാർ പറയുന്നു. ഓർഡർ കുറവാണെന്നതും വിലയിടിവിന് കാരണമായെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. മറ്റു കൃഷികളെ അപേക്ഷിച്ച് 3 മാസം കൊണ്ട് വിളവെടുക്കാമെന്നതിനാലാണ് പല കർഷകരും മാലിമുളക് കൃഷി ചെയ്യുന്നത്. ജൂൺ മാസങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്ന മാലിമുളക് ചെടികൾ സെപ്റ്റംബറോടെ പുഷ്പിച്ച് ആഴ്ചയ്ക്കുള്ളിൽ കായ്ക്കും. ഒരു ചെടിയിൽ നിന്ന് 2 വർഷം വരെ ആദായം ലഭിക്കുമെന്ന് കർഷകർ പറയുന്നു. ഹൈറേഞ്ചിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിമുളകിൽ ഭൂരിഭാഗവും മാലിദ്വീപിലേക്കാണ് കയറ്റി അയക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഉപ്പുതറ SMVMന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പേൽ സമരം ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം പുനർനിർമ്മിക്കണം. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന അലംഭാവം അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SMVM ഉപവാസ സമരം നടത്തിയത്. സമരം മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്തു. ഫലമായി അന്നത്തെ കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KC തോമസും വിദഗ്ധ സമിതിയും ഉടൻ തന്നെ ഈ ഡാമിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് താഴ്ത്താൻ 1979 നിർദ്ദേശിച്ചു. അങ്ങനെ ഈ ഡാമിലെ ജലനിരപ്പ് 136 അടിയായി നിജപ്പെടുത്തി. 136 അടിയിൽ കൂടുതൽ ജലനിരപ്പ് ഉയരുന്നത് അപകടം വിളിച്ചു വരുത്തുന്നതാണെന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ട് പോലും തമിഴ്നാട് അധികാരികള് സമ്മർദ്ദ തന്ത്രവും നയതന്ത്രജ്ഞതയും ഉപയോഗിച്ച് ജലനിരപ്പ് ഉയർത്തുവാന് ശ്രമം തുടങ്ങി. തുടർന്ന് യുവജന റാലിയും നടന്നു. അഡ്വക്കേറ്റ് റസൽ ജോയി, ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിങ്കൽ, SMVM ഫെറോന പ്രസിഡന്റ് കിരൺ ജോസ്, ഷോൺ ഷാജി, SMVM യൂണിറ്റ് പ്രസിഡന്റ് ജിതിൻ ചെട്ടിയിൽ, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. അടിമാലി വാളറ 6-ാം മൈലിൽ യുവാവ് ദേശീയപാതയിൽ നിന്നും പാതയോരത്തെ കൊക്കയിലേക്ക് വീണു മരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. അടിമാലിയിൽ താമസിച്ചു വന്നിരുന്ന സുബിനാണ് മരിച്ചത്. അടിമാലി ഭാഗത്തു നിന്നും എത്തിയ ബസ്സിലായിരുന്നു സുബിൻ 6-ാം മൈലിൽ വന്നിറങ്ങിയത്. ഇയാൾ പാതയോരത്തെ കൽക്കെട്ടിന് സമീപം നിൽക്കുന്നത് പ്രദേശവാസികൾ ശ്രദ്ധിച്ചിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ യുവാവിനെ കാണാതായി. പിന്നീട് പ്രദേശവാസികൾ ഈ ഭാഗത്ത് പരിശോധന നടത്തിയപ്പോഴാണ് കൽക്കെട്ടിന് താഴേക്ക് വീണ് കിടക്കുന്ന യുവാവിനെ കണ്ടത്. തുടർന്ന് പ്രദേശവാസികളും മറ്റും ചേർന്ന് ഇയാളെ ശ്രമകരമായി മുകളിൽ എത്തിക്കുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. KPSTA കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നു. KPSTA സംസ്ഥാന മുൻ സെക്രട്ടറി VD എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. KPSTA കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KPSTA സംസ്ഥാന മുൻ സെക്രട്ടറി VD എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. റിപ്പോർട്ടിന്റെ വിഷയം അധ്യാപകരുടെ പ്രശ്നമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നമല്ല. ഇത് ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് അതിന് ലക്ഷക്കണക്കിന് പൊതുവിദ്യാഭ്യാസ മേഖലയെ ആശ്രയിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ബാധിക്കുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട്. വലിയ ചർച്ചകൾ വേണ്ട കാര്യം. അപ്പൊ ഇത്തരം ഒരു കാഡർ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ 2 വർഷക്കാലം ഗവൺമെന്റ് പൂഴ്ത്തി വെച്ചു? വിശദമായ ചർച്ചകൾ നടത്താതെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമഗ്രമായ മാറ്റം, അതിന് ഘടനാപരമായ മാറ്റം വരാൻ പോവുകയാണ്. അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ചൊക്കെ മാറ്റം വരാൻ പോകും. വിദ്യാർത്ഥികൾ അവരുടെ സമയം, സ്കൂൾ സമയം പൊതുസമൂഹത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യമാണ്. രാവിലെ 8 മണി മുതൽ 1 മണി വരെ സമയം വേണം. ആ സമയത്താണ് ക്ലാസ് എടുക്കാൻ ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് കാഡർ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നട്ടലായ എയ്ഡഡ് മേഖലയുടെ നിയമനങ്ങളെയും അതിന്റെ മാനേജ്മെന്റ് സംവിധാനങ്ങളെയും മുഴുവൻ പൊളിച്ചെഴുതാനുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആഗ്നി VK അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. സർവീസ് പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K സുരേഷ് കുമാറും സംഘടനയുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുകളെക്കുറിച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ജേക്കബും കാഡർ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം ജോയി ആൻഡ്രൂസും ക്ലാസുകൾ നയിച്ചു. ജില്ലാ സെക്രട്ടറി ജോബിൻ K കളത്തിക്കാട്ടിൽ, ജില്ലാ ട്രഷറർ ജോസ് K സെബാസ്റ്റ്യൻ, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ആനന്ദ് A കോട്ടിരി, വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ ജിനോ മാത്യു, സംസ്ഥാന ഉപസമിതി ചെയർമാൻ T ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
KPST ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ സദ്ഭാവന പദയാത്ര നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. KPST ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ സദ്ഭാവന പദയാത്ര നടത്തിയത്. ഇടുക്കി കവലിൽ നിന്നും ആരംഭിച്ച സദ്ഭാവന പദയാത്ര ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സ്ക്വയറിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ആറ്റ്ലി VK അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി PM നാസർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുരേഷ് കുമാർ K, ജോർജ് ജേക്കബ്, സംസ്ഥാന കമ്മിറ്റി അംഗം ജോയി ആൻഡ്രൂസ്, ജില്ലാ സെക്രട്ടറി ജോബിൻ K കളത്തിക്കാട്ടിൽ, ജില്ലാ ട്രഷറർ ജോസ് K സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് തിരുവല്ല അതിരൂപത അർദ്ധവാർഷിക സെനറ്റ് കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്കായി പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത്. മലങ്കര കാത്തലിക് തിരുവല്ല അതിരൂപതയിലെ 9 മേഖലകളിൽ നിന്നായി 120ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. കട്ടപ്പന ജ്യോതിസ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനത്തിൽ MCYM രൂപത പ്രസിഡന്റ് സിറീക് V ജോൺ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ദൈവം നമ്മൾ തന്നിരിക്കുന്നത് നമുക്ക് തന്നെ തിന്നു തീർക്കാൻ വേണ്ടിയിട്ടല്ല. ആ തന്നിരിക്കുന്നതിൻ്റെ എല്ലാം വീതം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ധാർമ്മികമായ ബാധ്യത നമുക്കുണ്ട്. നമുക്കുള്ളതൊന്നും നമ്മളുടേതല്ല. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ കൊണ്ടുവന്നതല്ല. നമ്മൾ പോകുമ്പോൾ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നുമില്ല. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇതെല്ലാം നമുക്ക് വേണ്ടി മാത്രം ദൈവം തന്നിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല. നമുക്ക് തരുന്നതല്ല നമ്മുടെ ധനമായാലും നമ്മുടെ സമയമായാലും നമ്മുടെ കഴിവുകളായാലും. ഇതിലെ സമയം വളരെ പ്രധാനപ്പെട്ടതല്ല. മറ്റുള്ളവരുമായി നമ്മൾ സംസാരിക്കണം. പ്രായമുള്ളവരുമായി, മാതാപിതാക്കളുമായി, സഹോദരങ്ങളുമായി, അയൽവക്കക്കാരുമായി നമ്മൾ മുഴുവനും നമ്മുടെ ഈ മൊബൈലിൽ തള്ളിക്കൊണ്ടിരിക്കരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി അവരെ നമ്മൾ കേൾക്കണം. യോഗത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു. തിരുവല്ല മേഖല MCYM ഗ്ലോബൽ പ്രസിഡന്റ് മോനു ജോസഫ്, അതിരൂപത സെക്രട്ടറി നീതു മാത്യു, കട്ടപ്പന മേഖലാ പ്രസിഡന്റ് അനൂപ് ബിജു, സെക്രട്ടറി അനറ്റ് റെജി, ഫാദർ ഈപ്പൻ പുത്തൻപുരിക്കൽ, ഫാദർ തോമസ് എടുത്തുംപടിക്കൽ, മാത്യു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ദേവികുളം എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മാങ്കുളത്ത് നടത്തിയ പരിശോധനയിൽ 200 ലിറ്റർ കോട കണ്ടെത്തി. സംഭവത്തിൽ എക്സൈസ് റേഞ്ച് സംഘം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. മാങ്കുളം മേഖലയിൽ ചാരായ നിർമ്മാണവും വിൽപ്പനയും വർദ്ധിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേവികുളം എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് വനത്തിൽ സൂക്ഷിച്ചിരുന്ന 200 ലിറ്റർ കോട കണ്ടെത്തിയത്. മാങ്കുളം പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കുവൈറ്റ് സിറ്റി കവിതക്കാട് റോഡിന് സമീപമുള്ള വനഭൂമിയിലായിരുന്നു കോട സൂക്ഷിച്ചിരുന്നത്. കണ്ടെത്തിയ കോട സംഭവ സ്ഥലത്ത് വെച്ച് നശിപ്പിച്ചു. സംഭവത്തിൽ എക്സൈസ് റേഞ്ച് സംഘം കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ പ്രതി ആരാണെന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മാണത്തിലിരിക്കുന്ന അയ്യപ്പൻകോവിൽ കുഴൽപ്പാലത്തിന്റെ കൽക്കെട്ടുകൾ ഇടിഞ്ഞു. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് ഇത്തരത്തിൽ കൽക്കെട്ടിടിയാൻ കാരണമെന്നാണ് ആരോപണം. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. അയ്യപ്പൻകോവിൽ കാഞ്ചേർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെളിലാങ്കണം കുഴൽപ്പാലത്തിന്റെ നിർമ്മാണത്തിലിരുന്ന കൽക്കെട്ടുകളാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത്. തുടക്കത്തിൽ തന്നെ കൽക്കെട്ടുകളുടെ നിർമ്മാണ രീതിയെപ്പറ്റി വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് കരാറുകാർ കൽക്കെട്ടുകൾ നിർമ്മിച്ചത്. കൂടാതെ ലോഡ് കണക്കിന് മണ്ണാണ് പാലത്തിന് മുകളിൽ നിക്ഷേപിച്ചിരുന്നത്. ശക്തമായ മഴയിൽ ഭാരം താങ്ങാതെയാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതായെന്നാണ് നാട്ടുകാർ പറയുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയുണ്ടെന്നും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഇത്തരത്തിൽ കരാറുകാർ അഴിമതി നടത്തുന്നതെന്നും പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു. ഡാമിലെ വെള്ളം മാസങ്ങളോളം നിൽക്കുന്ന സമയത്ത് മണ്ണ് മുഴുവൻ ദുർബലമായിക്കൊണ്ട് ഈ കെട്ടിടിച്ചു പോകുന്നുള്ളത് സാധാരണ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അവിടെ കൊണ്ടിട്ട് ഈ കണ്ട മണ്ണെല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് നാട്ടുകാർക്ക് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ ആ ഭാഗം തീർക്കാറില്ല. മാസങ്ങളോളം അവരതിട്ട് വലിപ്പിച്ചുകൊണ്ടായിരിക്കും. തന്നെയല്ല ഇവർ ഉപയോഗിക്കുന്ന കമ്പി, നിർമ്മാണത്തിലൂടെ പാലമൊക്കെ പണിതിട്ടുണ്ട്. കമ്പി ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്നതിന് പോലും 16ന്റെ കമ്പിയാണ് ഫില്ലറിന് ഇടുന്നതിന് പകരം ഇവർ 8ന്റെ കമ്പിയാണ് ഇടുന്നത്. എല്ലാ ഇർക്കിലി ഉപയോഗിക്കാനായിട്ട് അവർ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് അവർ മനസ്സ് കാണിക്കുന്നത്. അത്തരത്തിൽ തികച്ചും അശാസ്ത്രീയമായി നടക്കുന്ന ഈ നിർമ്മാണ പ്രവൃത്തികളെ ഇതിനെ ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കൂടി ചേർന്ന് സംരക്ഷിക്കുന്നുവെങ്കിൽ അവർക്ക് അതിനൊരു വലിയ വിഹിതം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഈ പ്രവണിയെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നമ്മളെ കൺമുമ്പിൽ നടത്തുന്ന പ്രവൃത്തികളാണ് ഇതൊക്കെ. മലയോര ഹൈവേയുടെ ഭാഗമായ കുഴൽപ്പാലം നവീകരിക്കുമ്പോൾ ഐറിഷ് ഓടയ്ക്കുൾപ്പെടെ 18.5 മീറ്റർ വീതി വേണമെന്നായിരുന്നു ആദ്യ എസ്റ്റിമേറ്റ്.
എന്നാലിപ്പോൾ 12.5 മീറ്റർ മാത്രമാണ് വീതിയുള്ളത്. ഇത് ഐറിഷ് ഓടയുടെ വീതി കുറയുന്നതിനും നടപ്പാത ഇല്ലാതാകുന്നതിനും കാരണമാകും. ഒപ്പം ചുരുളുകളുടെ ഇരുവശത്തും കെട്ടി നിരപ്പ് വരെ ഉയർത്തുമെന്ന തീരുമാനവും അട്ടിമറിക്കപ്പെട്ടു. ഇടിഞ്ഞുപോയ സംരക്ഷണ ഭിത്തിയുടെ അശാസ്ത്രീയത പരിശോധിച്ച കെട്ടുപൊളിച്ച് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. എന്നാലിപ്പോൾ താൽക്കാലിക നടപടികൾ മാത്രം സ്വീകരിച്ച നാട്ടുകാരുടെ മുന്നിൽ പൊടിയിടാനുള്ള ശ്രമമാണ് കരാറുകാർ സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ഉയർന്നുവരുന്നുണ്ട്. വണ്ടിപ്പെരിയാർ മൗണ്ടിൽ എസ്റ്റേറ്റ് തൊഴിലാളികളെ ഉപയോഗിച്ച് വീട് ആക്രമിക്കുവാൻ എസ്റ്റേറ്റ് മാനേജ്മെന്റ് ശ്രമിക്കുന്നതായി പരാതി. ബദേൽ എസ്റ്റേറ്റിനോട് ചേർന്ന് താമസക്കാരനായ KV മണി എന്നയാളുടെ വീടിന് നേരെയാണ് ആക്രമണത്തിനൊരുങ്ങുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ മൗണ്ട് ബദേൽ എസ്റ്റേറ്റിനോട് ചേർന്ന സ്ഥലത്ത് കഴിഞ്ഞ 20 വർഷക്കാലമായി താമസിക്കുന്ന KV മണിയാണ് പരാതിക്കാരൻ. ഇദ്ദേഹത്തിന്റെ വീടും സ്ഥലവും ഒഴിഞ്ഞു നൽകണമെന്നാവശ്യപ്പെട്ട് നിരന്തര ഭീഷണിയും 6 മാസങ്ങൾക്ക് മുൻപ് എസ്റ്റേറ്റ് മാനേജർ അടങ്ങുന്ന സംഘം വീട്ടിൽ കയറി ആക്രമിച്ചെന്നുമാണ് പരാതി. ബദേൽ എസ്റ്റേറ്റിന്റെ മുൻ ഉടമയായിരുന്ന RBT കമ്പനിയിൽ നിന്നും 20 വർഷങ്ങൾക്ക് മുൻപ് മണിയുടെ കുടുംബം വാങ്ങിയ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. ഇത് എസ്റ്റേറ്റ് വക സ്ഥലമാണെന്ന അവകാശവാദം ഉന്നയിച്ചാണ് പുതിയ മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് പരാതി. അതിപ്പോൾ ഓൾറെഡി ആ സ്ഥലത്തിന് ഇഞ്ചക്ഷൻ ഓർഡർ ഉള്ളതാണ്. 10 കൊല്ലത്തിന് മുമ്പ് നമ്മൾ കൈവശമുള്ള ഭൂമിയാണ് നമ്മൾ അതിനകത്ത് വീട് വെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് കേസുകൾ നടന്നുകൊണ്ടിരുന്ന കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഇങ്ങനത്തെ ഞങ്ങളുടെ വീട്ടിൽ ആളില്ലാത്തപ്പോഴാണ് ഒരു 5-6 വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മുടെ വീടിന്റെ വേലി പൊളിച്ച് മാറ്റുകയാണ്. ഇതൊക്കെ CCTV ക്യാമറയ്ക്കകത്തുണ്ട്. എന്നിട്ടും സ്റ്റേഷനിൽ കൊടുത്തിട്ടും ഇതുവരെയായിട്ടും സ്റ്റേഷനിൽ കേസെടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വീണ്ടും ഞങ്ങൾ ആ വേലി തിരികെ വെക്കാനും ഇന്ന് രാവിലെ തൊഴിലാളികളെ കൊണ്ട് വീട് അടിച്ചു പൊളിക്കാനും ഇവർ എല്ലാം കൂടെ ബദൽകാരൻ മുൻകൈ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരെ ഒരു ഡിവിഷനിലും പണിയില്ല. എല്ലാ ഡിവിഷനിലുള്ള ആൾക്കാരെയും വിളിച്ച് വരുന്നത് വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഓഫീസിന് മുമ്പ് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. രാവിലെ തൊട്ട് ഇവന്മാർ ഇതാണ് പരിപാടി. പോലീസ് വന്ന് പറഞ്ഞിട്ടും ബദൽ കമ്പനി കേൾക്കുന്ന രീതിയിലല്ല, ബദൽ കുറിപ്പ് കേൾക്കുന്ന രീതിയിലല്ല. ഇപ്പം ഞാനും എൻ്റെ വൈഫും 2 പിള്ളേരും മാത്രമേ ഒറ്റയ്ക്ക് താമസമുള്ളൂ. സർക്കാർ തരുന്ന കുടിവെള്ളം പോലും ഇവന്മാർ തരുന്നില്ല 3-4 കൊല്ലമായിട്ട്. അതും നിലവിൽ കോടതി കേസിൽ നിലനിൽക്കുക. ഈ കോടതിയിൽ ഇഞ്ചക്ഷൻ ഓർഡർ ഇരുന്നിട്ടും അതും ലംഘിച്ചാണ് ഇവന്മാർ ഇതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി കോടതിയിലെത്തിയിരുന്നു. തുടർന്ന് എസ്റ്റേറ്റ് അധികൃതർ സ്ഥലത്ത് കയറാൻ പാടില്ലെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു. ഇത് ലംഘിച്ച എസ്റ്റേറ്റ് തൊഴിലാളികളെ ഉപയോഗിച്ച് തന്റെ വീട് ആക്രമിക്കുവാൻ ശ്രമിച്ചെന്നാണ് മണിയുടെ പരാതി. വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി പോലീസിൽ നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും കുടുംബം ആരോപിച്ചു. ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ഏരിയ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു. ഭിന്നശേഷി കോർപ്പറേഷൻ ചെയർപേഴ്സൺ ജയ ഡാളി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന CSI ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഏരിയ കൺവെൻഷൻ നടന്നത്. സമൂഹത്തിൽ ഏറ്റവും അധികം കഷ്ടത അനുഭവിക്കുന്ന ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ DAWF നിരവധി സമരങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കൺവെൻഷൻ ഭിന്നശേഷി കോർപ്പറേഷൻ ചെയർപേഴ്സൺ ജയ ഡാളി ഉദ്ഘാടനം ചെയ്തു. RPWD ആക്ട് പ്രകാരം 21 വിഭാഗം ജനങ്ങളെയാണ് ഭിന്നശേഷിക്കാർ എന്നുള്ള ആ ഒരു പരിധിയിലേക്ക് നമ്മൾ പരിഗണിക്കുന്നത്. 40% അതിന് മുകളിലോ പിന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളെയാണ് ഭിന്നശേഷിക്കാർ എന്നുള്ള രീതിയിൽ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എടുത്തു പറയുകയാണ്. ഇതിനകത്ത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ആണെന്ന് പെണ്ണെന്നോ ട്രാൻസ്ജെൻഡറെന്നോ ഇല്ല. മുഴുവൻ വിഭാഗം ഭിന്നശേഷിക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ കഴിഞ്ഞ 2009 മുതൽ നമ്മൾ പ്രവർത്തിച്ചു വരുന്നു. നാളിതുവരെ നിരവധിയായിട്ടുള്ള അവകാശങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും നേടിയെടുക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. യോഗത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. DAWF കട്ടപ്പന ഏരിയ പ്രസിഡന്റ് പ്രിയ മനോജ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാമ സുരേഷ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് SK ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി TS ചാക്കോ, CITU ഹെഡ് ലോഡ് ഏരിയ സെക്രട്ടറി ടോമി ജോർജ്, കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം KN വിനീഷ് കുമാർ, ഏരിയ സെക്രട്ടറി സിബി സെബാസ്റ്റ്യൻ, ഏരിയ വൈസ് പ്രസിഡന്റ് ശ്യാമള TM, നിഷ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ബാങ്കിലെ വായ്പാ കുടിശ്ശിക തീർപ്പാക്കി ജപ്തി നടപടികൾ ഒഴിവാക്കുന്നതിന് മുന്നോടിയായി റവന്യൂ റിക്കവറി അദാലത്ത് വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചു. 250ഓളം ആളുകൾ അദാലത്തിൽ പങ്കെടുത്തു. 6.5 കോടിയോളം രൂപയുടെ വായ്പാ കുടിശ്ശികയാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം പരിഹാരത്തിനായി എത്തിയത്. പീരുമേട് താലൂക്ക് ഓഫീസിലെ റവന്യൂ റിക്കവറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് വണ്ടിപ്പെരിയാർ, കുമളി മെയിൻ, കുമളി ഈവനിംഗ് ശാഖകളിൽ ദീർഘകാലമായി കുടിശ്ശികയായ വായ്പകളിന്മേലാണ് അദാലത്ത് സംഘടിപ്പിച്ചത്.
കച്ചവട വായ്പ, വനിതാ വായ്പ, വിദ്യാഭ്യാസ വായ്പ, SHG വായ്പ, JLG വായ്പ എന്നീ വായ്പകൾ കുടിശ്ശികയായിട്ടുള്ള 3 ശാഖകളിൽ നിന്നുമായി 250ഓളം ആളുകൾ അദാലത്തിൽ പങ്കെടുത്തു. 6.5 കോടിയോളം രൂപയുടെ വായ്പാ കുടിശ്ശികയാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം പരിഹാരത്തിനായി എത്തിയത്. ഇതിൽ 3 കോടിയോളം രൂപയുടെ വായ്പാ കുടിശ്ശിക തീർപ്പാക്കി. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച അദാലത്തിൽ പീരുമേട് താലൂക്ക് റവന്യൂ റിക്കവറി വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ നിജുമോൻ PS അദാലത്ത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. വായ്പകളെടുത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കേരള ബാങ്ക് ഏരിയ മാനേജർമാരായ PS വിജയൻ, ഷൈനിമോൾ മാത്യൂസ്, സെബാസ്റ്റ്യൻ, ശാഖാ മാനേജർമാരായ തോമസ് C. അലക്സ്, പ്രദീപ് കുമാർ KA, ഫൈസൽ KA തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉപ്പതറയിലെ DYFI CITU പ്രവർത്തകർ വയനാടിനു വേണ്ടി കൈകോർക്കുന്നു. വയനാട്ടിലെ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി ഇവർ 1 ദിവസത്തെ വേതനം മാറ്റിവെച്ചു. DYFI സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് 25 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിന്റെ ധനസമാഹരണത്തിന് വേണ്ടിയാണ് ഉപ്പുതറയിലെ DYFI CITU പ്രവർത്തകരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തങ്ങളുടെ 1 ദിവസത്തെ വരുമാനം വയനാടിനായി നൽകുന്നത്. ഉപ്പുതറ മേഖലാ കമ്മിറ്റി വിവിധതരമായിട്ടുള്ള ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പണം സമാഹരിക്കുന്നത്. വീടുകളിൽ പാഴ്വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം KSVB ബാർബർ ഷോപ്പുകാർ 1 ദിവസത്തെ വേതനം നൽകിക്കൊണ്ടും ഇന്നിപ്പം CIT ഓട്ടോ ടാക്സി ജീവനക്കാർ 1 ദിവസത്തെ വേതനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഇന്നിപ്പോൾ 8ഓളം ഓട്ടോ നമ്മുടെ ഉപ്പുതറ ടൗണിൽ അതിനുവേണ്ടി വേതനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. വയനാട്ടിലുള്ളത് തങ്ങളുടെ സഹോദരങ്ങളാണ്. അവരെ സഹായിക്കുന്നത് വലിയൊരു അഭിമാനമായിട്ടാണ് തങ്ങൾ കരുതുന്നതെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. വയനാടിനെ സഹായിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഉപ്പുതറ DYFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. മറയൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹിരോഷിമ നാഗാസാക്കി ദിനവും വയനാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലിയും അർപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. വയനാടിനെ ഓർത്ത് രാജ്യം മുഴുവൻ സങ്കടപ്പെടുമ്പോൾ ആ സങ്കടത്തിൽ പങ്കുചേരുകയാണ് വിദ്യാർത്ഥികളും. വീടും കുടുംബവും ജീവനും ജീവിതവും ഒരായുസിന്റെ അധ്വാനം മുഴുവൻ ഒലിച്ചുപോയപ്പോൾ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരെ ഓർത്ത് വിലപിക്കുവാൻ മാത്രമല്ല അവരെ ചേർത്ത് നിൽക്കുവാൻ വിദ്യാർത്ഥികൾക്കും സാധിക്കുമെന്ന സന്ദേശം നൽകുകയാണ് മറയൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു നാഗാസാക്കി ഹിരോഷിമ ദിനവും വയനാട്ടിൽ മരിച്ചവർക്കുള്ള ആദരാഞ്ജലികളും അർപ്പിച്ചത്. പരിപാടിയിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ LC, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ബീന, അധ്യാപകരായ അൻസമ്മ, ഷൈല തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാടിന്റെ വേദനയെ ഓർമ്മിപ്പിക്കുന്ന കുട്ടികൾ വരച്ച ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടി. വയനാടിനെ ചേർത്ത് നിർത്തുവാൻ കുട്ടികൾക്കാവുന്ന തരത്തിലുള്ള പണസമാഹരണവും നടന്നു. ഇങ്ങനെ സ്വരൂപിച്ച പണം തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിന സന്ദേശം പകർന്ന് സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര മുരിക്കാശ്ശേരിയിലെത്തി. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി സബ് ഇൻസ്പെക്ടർ KD മണിയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 14 ജില്ലകളിലെയും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അടിമാലി നളന്ദ സാംസ്കാരിക സംഘടനയും കോനാട്ട് പബ്ലിക്കേഷനും ചേർന്ന് നടത്തുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സന്ദേശ പരിപാടിയാണ് പ്രയാണം 2024. കഴിഞ്ഞ 13 വർഷമായി നടത്തിവരുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികളിലേക്ക് പകർന്നു നൽകുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ KD മണിയൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും സുഹൃത്ത് എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനത്തോടെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ ഈ ക്ലാസ് കഴിഞ്ഞ 13 വർഷക്കാലമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജീവത്യാഗം ചെയ്ത ആളുകളുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ട് നമ്മുടെ രാജ്യം എന്താണ്, രാജ്യത്തിന് വേണ്ടി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്ന ക്ലാസ് കഴിഞ്ഞ 13 വർഷക്കാലമായി തുറന്നുവരികയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു അധ്യക്ഷനായിരുന്നു. സമര സന്ദേശയാത്ര ക്യാപ്റ്റൻ CS രുചികുമാർ സെമിനാർ നയിച്ചു. ഇല്ലേ, ചില ആളുകൾ മരിച്ച 1 മാസം ഓർത്തിരിക്കും, ചില ആളുകൾ മരിച്ച ഒരുപാട് കാലം ഓർത്തിരിക്കും. ഇല്ലേ, ചില ആളുകൾക്ക് മരണമേ ഇല്ല. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം, രക്തസാക്ഷി, മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ച ഇരുൾവഴിയിൽ ഊർജമായി രക്തസാക്ഷി, ഇരുൾവഴിയിൽ ഊർജമാകുന്നതാണ് രക്തസാക്ഷി. ഇല്ലേ, അങ്ങനെ കുറെ രക്തസാക്ഷികളുടെ കഥ നിങ്ങളോട് പറയാൻ ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെയും മനുഷ്യരുണ്ടായിരുന്നു.
കോർഡിനേറ്റർ സത്യൻ കോനാട്ട്, അധ്യാപകരായ ഫാദർ ടിനു പാറക്കടവിൽ, ജിജിമോൾ, സിബി വലിയമറ്റം, ജോണിക്കുട്ടി എന്നിവർ സംസാരിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ മേപ്പാറയിൽ പ്രകൃതി സംരക്ഷണവും പകർച്ചവ്യാധി പ്രതിരോധവും നടന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ടൗണിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന സഹകാർ മെഡിക്കൽസിന്റെ സഹകരണത്തോടെയാണ് സുന്ദരഗ്രാമം മേപ്പാറ എന്ന സന്ദേശവുമായി മേപ്പാറയിൽ പ്രകൃതി സംരക്ഷണവും പകർച്ചവ്യാധി പ്രതിരോധവും സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭൂമി മലിനപ്പെടുത്തുന്നു, ശുദ്ധജലം മലിനപ്പെടുത്തുന്നു, നമ്മുടെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ തകിടം മറിക്കുന്നു, ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയുമൊക്കെ ഈ പ്രകൃതിയോട് ചെയ്യുന്നത്. നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കുകയും നമ്മുടെ ജീവിതത്തിനോടൊപ്പം തന്നെ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യേണ്ട ഒരു കർത്തവ്യവും ഉത്തരവാദിത്വവും ഓരോ വ്യക്തിയും ഏറ്റെടുക്കുകയും ഓരോ സമൂഹവും അതിനെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് വളരെ സുന്ദരമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരു ഗ്രാമവും ഗ്രാമവാസികളും ഒക്കെ ഉണ്ടാകുന്നത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ്മോൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. കാരണം നമുക്കറിയാം, നമ്മുടെ ലോകത്ത് നിന്ന് തന്നെ പോളിയോ രോഗത്തെ തുടച്ചു നീക്കുക എന്ന വളരെ ഹെർക്കൂലിയൻ ടാസ്ക്, അത് നിറവേറ്റാനായിട്ടുള്ള ഫണ്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കുമെല്ലാം നൽകുന്നത് റോട്ടറി ക്ലബ്ബ് ഓഫ് ഇന്റർനാഷണൽ എന്ന സംഘടനയാണ്. ചടങ്ങിൽ ഹരിതകർമ്മസേനാംഗം ബെൻസിക്ക് ആദരവ് നൽകി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മധുക്കുട്ടൻ, പ്രിയ ജോമോൻ, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് എസ് മണി, പ്രോഗ്രാം കോർഡിനേറ്റർ KA മാത്യു, AS അഭിലാഷ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വനം വിട്ട് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ തുരത്താൻ കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സജ്ജം. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ തകിടിയേൽ കുഞ്ഞുമോൻ വിദ്യാർത്ഥികൾക്ക് മുളത്തോക്കിന്റെ പരിശീലനം നൽകി. ഹൈറേഞ്ച് ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ. കാർഷിക മേഖലയ്ക്ക് നാശം വിതയ്ക്കുന്നതിനൊപ്പം പലപ്പോഴും മനുഷ്യജീവനും വലിയ ഭീഷണിയാണ് ഇവ ഉയർത്തുന്നത്. എന്നാൽ മുരിക്കാട്ടുകുടി സർക്കാർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വന്യമൃഗങ്ങളെ തുരത്താൻ ഇപ്പോൾ സജ്ജമാണ്. വന്യമൃഗങ്ങളെ തുരത്താൻ നാടൻ പ്രയോഗമായ മുളത്തോക്ക് വിദ്യ അഭ്യസിച്ചിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ. മറ്റപ്പള്ളി സ്വദേശിയായ തകിടിയേൽ കുഞ്ഞുമോനാണ് വിദ്യാർത്ഥികൾക്ക് മുളത്തോക്ക് പരിശീലനം നൽകിയത്. ഇദ്ദേഹത്തിന് പിതാവിൽ നിന്നും സിദ്ധിച്ചതാണ് ഈ വിദ്യ. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ ഏറ്റവും ഉത്തമമായും സുരക്ഷിതമായും പ്രയോഗിക്കാൻ സാധിക്കുന്ന വിദ്യയാണ് മുളത്തോക്ക്. കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി രൂക്ഷമായി നാശം വിധിക്കുന്ന ഇക്കാലത്ത് അവയ്ക്ക് ദേഹോപദ്രവം ഏൽക്കാതെ വിരട്ടിയോടിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതിനാലാണ് ഇത്തരം പരിശീലനം നൽകുന്നതെന്ന് സ്കൂൾ കോർഡിനേറ്റർ ലിൻസി ജോർജ് പറയുന്നു. കാട്ടിലും നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ അപകടരഹിതമായ രീതിയിൽ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗമാണ് ഈ മുളവെടി. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു 60കളിൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. കുഞ്ഞുമോൻ ചേട്ടനാണ് ഇതിൻ്റെ പരിശീലനം കുട്ടികൾക്ക് വേണ്ടി നൽകുന്നത്. 4 മുട്ടോടുകൂടിയ മുളയും കുറച്ച് തുണിയും മണ്ണെണ്ണയും ഉണ്ടെങ്കിൽ ഉഗ്രശബ്ദത്തോടെയുള്ള തീതുപ്പുന്ന മുളത്തോക്ക് തയ്യാറാക്കാം. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ അപകടരഹിതമായി ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. 60 വർഷങ്ങൾക്ക് മുമ്പ് മുളത്തോക്ക് സാധാരണയായി ഉപയോഗിച്ചു വന്നിരുന്നതാണ്. പിൻകാലത്ത് മുളത്തോക്ക് കേട്ടുകേൾവി മാത്രമായി. എന്നാൽ മറ്റപ്പള്ളി സ്വദേശി കുഞ്ഞുമോൻ ഇപ്പോഴും ഇത് നിർമ്മിക്കുകയും പ്രദർശിപ്പിക്കുകയും ഉപയോഗിക്കുന്നുമുണ്ട്. ഇക്കാലത്ത് അതിൻ്റെ ആവശ്യം ഏറിവരുന്ന സാഹചര്യമാണ് ഉള്ളതും. തോക്ക് നിർമ്മിക്കുന്ന രീതിയും ഉപയോഗിക്കുന്ന രീതിയും കുഞ്ഞുമോൻ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു നൽകി. 3 മുട്ടിൻ്റെ അകം കുത്തിക്കളയുക, പുറം നട്ടുക, ഇതുപോലെ ഒരു ദ്വാരം ഉണ്ടാക്കുക, പിന്നെ തുണി, കോട്ടൺ തുണി ഇടുക, മണ്ണെണ്ണ ഒഴിക്കുക, തീ വയ്ക്കുക. അതേയുള്ളൂ ഇതിൻ്റെ പരിപാടി. ഇപ്പം വന്യമൃഗ ശല്യങ്ങൾ കൂടി വരുന്ന സമയമായതുകൊണ്ട് ഇതൊക്കെ കൃഷിയിടങ്ങളിലൊക്കെയും വീട്ടിലിരുന്ന് ഇതുപോലെ ചെയ്യാവുന്നൊരു കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒച്ച കേട്ട് മൃഗങ്ങളൊക്കെ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. മൂപ്പത്തിയ മുളങ്കമ്പിൻ്റെ കഷ്ണമാണ് പ്രധാനമായും വേണ്ടത്. 4 മുട്ടുകളുള്ള മുളയിൽ 3 മുട്ടുകൾക്ക് ദ്വാരമിടും.
ഒപ്പം മുളയുടെ തുടക്കത്തിൽ അടഞ്ഞിരിക്കുന്ന മുട്ടിന്റെ ഭാഗത്തായി ചെറിയ ദ്വാരമിട്ട ശേഷം ഇതുവഴി അല്പം കോട്ടൺ തുണിയുടെ കഷ്ണം ഇറക്കി വെച്ച മണ്ണെണ്ണ തളിക്കും. ഇതിലേക്ക് തീ പകർന്ന ശേഷം വേഗം കെടുത്തുകയും അതിന്റെ ഫലമായി മുളങ്കമ്പിലാകെ പുക നിറയുകയും ചെയ്യും. ഈ സമയം കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിൽ നിന്നും ചെറിയൊരു കമ്പിൽ തീ പകർന്ന തുണി വെച്ചിരിക്കുന്ന ദ്വാരത്തിലേക്ക് വയ്ക്കുമ്പോൾ ഉള്ളിലെ പുകയുടെ മർദ്ദത്താൽ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനം ഉണ്ടാകുന്നതാണ് മുളത്തോക്കിന്റെ പ്രവർത്തനം. മുളത്തോക്കിന്റെ ഉപയോഗം ആദ്യം വിദ്യാർത്ഥികൾ ഭയത്തോടെ വീക്ഷിച്ചുവെങ്കിലും പിന്നീട് അനായാസമായി വിദ്യാർത്ഥികളും ഇത് പ്രയോഗിക്കാൻ തുടങ്ങി. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് മുളത്തോക്ക് പരിശീലനം സംഘടിപ്പിച്ചത്. പരിപാടികൾക്ക് സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ഷിനു മാനുവൽ, അധ്യാപിക ലിൻസി ജോർജ്, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, വിദ്യാർത്ഥികളായ VR പാർവതി, ചിത്ര ബാലകൃഷ്ണൻ, സൗമ്യ സന്തോഷ്, വിഷ്ണു മനോജ്, മിഥുൻ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 198, വിൽപ്പനയ്ക്ക് വന്നത് 45,181, വിൽപ്പന നടന്നത് 44,385, കൂടിയ വില 2,605, ശരാശരി വില 2,201. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 975, കൊക്കോ 75, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,445 രൂപ, വെള്ളി 88. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 15 ഇടുക്കി IDA ഗ്രൗണ്ടിൽ രാവിലെ 9 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. പരേഡിൽ 20 പ്ലറ്റൂണുകൾ അണിനിരക്കും. ആഘോഷങ്ങൾ ഹരിത പ്രോട്ടോകോൾ പാലിച്ച. ദുരിത ജീവിതം നയിച്ച അയ്യപ്പൻകോവിൽ പൂക്കുളം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കഴിയുന്നത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ ലയങ്ങൾക്കുള്ളിൽ. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ലയത്തിന് സമീപമുള്ള കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. ലൈറ്റുകൾ തകരാറിലായതോടെ രാത്രികാലങ്ങളിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെത്തുന്നവർ ദുരിതത്തിൽ. പ്രതിസന്ധിക്ക് കാരണം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ലൈറ്റുകളും വഴിവിളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റുകളും പ്രവർത്തനരഹിതമായത്. മഴയാരംഭിച്ചതോടെ മാലിമുളകിന്റെ വിലയിൽ ഇടിവ. 300 മുതൽ 5,000 രൂപ വരെ ഉയർന്ന മാലിമുളകിന് നിലവിൽ ലഭിക്കുന്നത് 120 മുതൽ 150 രൂപ വരെ മാത്രം. മഴയാരംഭിച്ചതോടെ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായതാണ് വിലയിടിയാൻ കാരണമെന്ന് വിലയിരുത്തൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.